Good morning. So last video നമ്മൾ experiment number 2 discuss ചെയ്തിരുന്നു in class 3 and we are going to discuss experiment number 3 S5 പോളിടെക്നിക്കിലെ third experiment ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ തേർഡ് പ്രോബ്ലം എക്സ്പെരിമെൻറ്റ്. അതിൽ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാ ഡയഗ്രാംസും ആവശ്യമുണ്ട്. സോ ആ ഡയഗ്രത്തിൽ ആവശ്യമുള്ളതിൽ നമ്മൾക്ക് ഇവിടെ വന്ന ഡിഫറൻസ് നോക്കുക. വി ഹാവ് എ റെക്ടാങ്കുലർ ഫിക്സഡ് ബീം and length is 10 meter, width 0.23 and depth 0.4, UDL of 40 kilonewton per meter acting. So നമുക്ക് ഇവിടെ ചേഞ്ച് വന്നേക്കുന്നത് നമുക്കവിടെ ഫിക്സഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. സോ നമുക്കിത് എങ്ങനെയാണ് മോഡൽ ചെയ്യാന്നുള്ളത് സ്റ്റാറ്റിൽ നോക്കാം. സോ ഹിയർ വി ഹാവ് ദ സ്റ്റാറ്റ് സ്ക്രീൻ. പ്ലസ് സെറ്റ് വ്യൂവിൽ എടുത്തു. നമുക്ക് ആദ്യം ബീം മോഡൽ ചെയ്യാം. നമുക്ക് 10 മീറ്റർ ഉള്ള ഒരു ബീമാണ് ഉള്ളത്. സോ നമുക്ക് ബീമിനെ മോഡൽ ചെയ്യാം. ആഡ് ബീം കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു. Then after geometry we are going for general property കൊടുക്കാൻ നേരത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ റെക്ടാങ്കുലർ ആണ്. റെക്ടാങ്കുലറിൽ എന്താണ് നമ്മളുടെ പ്രോപ്പർട്ടി എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കണം. സോ പ്രോപ്പർട്ടിയിൽ നമുക്ക് നോക്കാം. വിഡ്ത്ത് 0.23 ആൻഡ് ഡെപ്ത് 0.4 ആണ് വരുന്നത്. അതുപോലെ 40 കിലോമീറ്റർ പെർ മീറ്റർ ആണ്. സോ നമുക്ക് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. സോ 0.4 ആൻഡ് 0.23 ആഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിനെ എടുത്ത് നമുക്ക് അസൈൻ ടു വ്യൂ കൊടുത്തതിന് ശേഷം അസൈൻ ചെയ്തു. യെസ്, അസൈൻഡ്. നൗ സപ്പോർട്ട് കണ്ടീഷൻ കൊടുക്കണം. നമ്മൾ സപ്പോർട്ട് കണ്ടീഷനിൽ കണ്ടിരുന്നു ഫിക്സഡ് ആണ്. സോ നമുക്ക് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഉണ്ട്, അത് ആഡ് ചെയ്തു. ആ ഫിക്സഡ് ആയിട്ടുള്ള സപ്പോർട്ട് കേഴ്സർ യൂസ് ചെയ്ത് നമുക്ക് രണ്ട് സൈഡിലും ഫിക്സഡ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. ഫിക്സഡിൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടല്ലോ അല്ലേ, ഇതാണ് ഫിക്സഡ് സപ്പോർട്ടിൻ്റെ സ്റ്റാർട്ടുള്ള അപ്പിയറൻസ്. സോ നമ്മൾ ലോഡ് കൊടുത്തു, ലോഡാണ് ഇനി കൊടുക്കാനുള്ളത് സപ്പോർട്ട് കഴിഞ്ഞിട്ട്. ഇനി ലോഡ് കേസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. സോ വി ഹാവ് എ ഡെഡ് ലോഡ് ഓഫ് സെൽഫ് വെയ്റ്റ്, അത് ആഡ് ചെയ്തു. ദെൻ ലൈവ് ലോഡ് ആയിട്ടുള്ളത് ഒരു UDL ആണ്, 40 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ള ഒരു UDL, അതും ആഡ് ചെയ്തു. ദെൻ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. -1 ഫാക്ടർ ഇട്ട് ആഡ് ചെയ്തു. അപ്പോൾ തന്നെ അതിനെ അസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ 40 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ളത് എടുത്തു. അതിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മെമ്പർ ലോഡാണ്, -40 എന്ന് എൻ്റർ ചെയ്യുക. ഗ്ലോബൽ Y ആക്സസ് ആണ്, ആഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ദെൻ നമുക്ക് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. യൂസ് കഴ്സർ ടു അസൈൻ കൊടുത്ത് ഈ ബീമിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. സോ നമ്മുടെ ലോഡിംഗ് കണ്ടീഷൻസും കഴിഞ്ഞു. നമുക്കിനി അനാലിസിസ് ആൻഡ് പ്രിന്റ് ഓപ്ഷൻ ഓർമ്മ ആഡ് ചെയ്തു. പെർഫോം അനാലിസിസ്, ക്ലോസ് ചെയ്യുക. ദെൻ ഗോ ഫോർ അനാലിസിസ്, റൺ അനാലിസിസ്. നമുക്ക് 0 എറേഴ്സ് ആണ്. ഗോ ടു പ്രോസസിംഗ് മോഡ് ആൻഡ് ഡൺ. വി ഹാവ് ദ ലോഡ്സ് ഹിയർ. സോ ദിസ് ഇസ് ദ റിസൾട്ട്. സോ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ലോഡിംഗ് ഡയഗ്രാം കാണാം. ലോഡിംഗ് ഡയഗ്രത്തിൽ നമുക്ക് വാല്യൂസ് ഒന്ന് വ്യൂ ചെയ്യണം. അതുകൊണ്ട് ലേബൽസിൽ എടുത്തിട്ട് ലോഡ് വാല്യൂസ് ടിക്ക് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഡിസ്റ്റൻസസ് ഡിസ്പ്ലേ ആവണം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ കൊടുക്കുക. സോ 10 മീറ്റർ ആൻഡ് 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സപ്പോർട്ട് കണ്ടീഷൻസോട് കൂടി നമുക്ക് വ്യൂ ചെയ്യാം. അതിനെ സ്ക്രോപ്പ് ചെയ്ത് കാണിച്ചാൽ മതി. ദെൻ നമുക്ക് അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് റിമൂവ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ലോഡിങ്സും റിമൂവ് ചെയ്തു. നൗ വി നീഡ് ദ ഡിഫ്ലക്ഷൻ ഡയഗ്രാം. സോ ഡിഫ്ലക്ഷൻ ഡയഗ്രത്തിൽ ക്ലിക്ക് ചെയ്തു. പക്ഷെ അവിടെ നമുക്ക് കാണാം അതിൻ്റെ സ്കെയിൽ ചെയ്യണം. ഡിഫ്ലക്ഷനെ ഞാൻ സ്കെയിൽ ചെയ്യുകയാണ്. ഒരു 100 റേഞ്ചിലേക്ക് സ്കെയിൽ ചെയ്തു. 100 റേഞ്ചിലേക്ക് സ്കെയിൽ ചെയ്തു. വേണമെങ്കിൽ ഇത്തിരി കൂടി ഇച്ചിരി കൂടി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊരു ഒരു 90 റേഞ്ചിലേക്ക് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു 50 റേഞ്ചിലേക്ക് അപ്ലൈ ചെയ്താൽ ഇച്ചിരി വിസിബിൾ ആയിരിക്കും നമുക്കത്. സോ അത് വിസിബിൾ ആയിട്ടുണ്ട്. സോ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പോൾ എന്താ വരിക, ഇവിടെ നിന്ന് ഇങ്ങനെ ചേർന്നായിരിക്കും നമ്മൾ ഡിഫ്ലക്ഷൻ ഡയഗ്രാം വരുന്നത് അല്ലേ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ നമുക്ക് കാണാം അതിൻ്റെ വാല്യൂസ് വേണം. വ്യൂ വാല്യൂ എടുത്ത് അതിൻ്റെ ബീം റിസൾട്ട്സിൽ നമുക്ക് വേണ്ടതെല്ലാം ഒന്ന് ടിക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ ഓരോ തവണയും വന്ന് ടിക്ക് ചെയ്യേണ്ടി വരും. സോ വി ഹാവ് ദ റിസൾട്ട് ഹിയർ. അതിന് നമുക്ക് ക്രോപ്പ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം മറ്റു റിസൾട്ടിന് സപ്പോർട്ട് കണ്ടീഷൻ കാണിക്കണ്ട. അതുകൊണ്ട് തന്നെ ലേബിൾസിൽ പോയി സപ്പോർട്ട്സിനെ അൺടിക്ക് ചെയ്ത് അതിനെ കളഞ്ഞു. ദെൻ വി നീഡ് FYയുടെ വാല്യൂ ഇതാണ്, ക്രോപ്പ് ചെയ്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ MZ ക്ലിക്ക് ചെയ്യുക. മൊമെന്റിന്റെ വാല്യൂസും ഉണ്ട്, അതും നമ്മൾ എടുത്ത് വെക്കുക. സോ നമ്മളുടെ റിസൾട്ടുകൾ നമുക്കിനി ഒന്ന് നോക്കാം. ദിസ് വാസ് എ ലോഡിംഗ് ഡയഗ്രാം. ദെൻ ഡിഫ്ലക്ഷൻ ഡയഗ്രാം കണ്ടു, സപ്പോർട്ടിലേക്ക് ഇങ്ങനെ ചേർന്ന് വരുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉണ്ട്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ട്. സോ ദീസ് ആർ ദ റിസൾട്ട്സ്. നമുക്ക് എക്സ്പെരിമെന്റ് നമ്പർ 3 കംപ്ലീറ്റ് ചെയ്തു. എക്സ്പെരിമെന്റ് നമ്പർ 4 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.